നമസ്കാരം, നീലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ലോകകപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് 4 ടീമുകൾ മാത്രമാണ്. അതും ഈ ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന 4 ടീമുകൾ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് കഴിഞ്ഞ വട്ടങ്ങളിലെ മുമ്പത്തെ വർഷങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ടീം സസ്പെൻസ് ആയിട്ടൊക്കെ കഴിഞ്ഞ വട്ടം മൊറോക്കോ ആയിരുന്നെങ്കിൽ അങ്ങനെ പലവട്ടം പല ടീമുകളൊക്കെ സെമി ഫൈനലിലേക്കൊക്കെ മുന്നേറും. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ആരാധകരുടെ ഫേവറിറ്റുകളായ 4 ടീമുകൾ, അതായത് ഈ ടീമുകളൊക്കെ കിരീടം നേടും എന്ന് ആ ടീമിൻ്റെയൊക്കെ ആരാധകർ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന വലിയ ഒരു ആരാധകർ തന്നെ നിരയുള്ള 4 ടീമുകൾ തന്നെ എന്തായാലും സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഫ്രാൻസും സ്പെയിനും ഇംഗ്ലണ്ടും അർജൻറ്റീനയുമാണ് ആ 4 ടീമുകൾ. ഇതിൽ നിന്ന് ഒരു ഫൈനലിലേക്ക് 2 ടീമിലേക്ക് ചുരുങ്ങുമ്പോൾ ആരൊക്കെയാകും ഫൈനലിൽ എത്തുക എന്നുള്ളൊരു കാത്തിരിപ്പിന് ഇനി കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെയാണ് മാത്രം ബാക്കിയുള്ളത്. വരുന്ന 19-ാം തീയതിയാണ് ഫൈനൽ മത്സരം നടക്കുക, രാത്രിയിലാണ് ഫൈനൽ മത്സരം നടക്കുക. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇനി 4 മത്സരങ്ങൾ കൂടി മാത്രമാണ് ഈ ലോകകപ്പിൽ അവശേഷിക്കുന്നത്. 2 സെമി ഫൈനലും 1 ഫൈനലും ഒപ്പം ഒരു ലൂസേഴ്സ് ഫൈനലും. അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ നമ്മൾ പറയുന്നത് ഈ ഒരു സെമി ഫൈനലിൻ്റെ വിശേഷങ്ങളാണ്. സെമി ഫൈനലിലേക്ക് എത്തി ആദ്യത്തെ സെമി ഫൈനൽ നോക്കിയാൽ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ളതാണ് ആദ്യത്തെ സെമി ഫൈനൽ മത്സരം. രണ്ടാമത്തെ സെമി ഫൈനലിൽ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലാണ്. ഇതിൽ ആദ്യത്തെ സെമി ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള പോരാട്ടം അതിലേക്ക് വരികയാണെങ്കിൽ ദല്ലാസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ മികച്ച പ്രകടനം പുറത്തെടുത്തോടുന്ന റൗണ്ട് ഓഫ് 32 നിന്ന് റൗണ്ട് ഓഫ് 16 എത്തിയപ്പോൾ, അവസാന 16 എത്തിയപ്പോൾ അവിടെ പരഗ്വേയാണ് എതിരാളികളായി കിട്ടിയത്. റൗണ്ട് ഓഫ് 16 പരഗ്വേ ആയിരുന്നു എതിരാളികൾ. ആ പരഗ്വയെ തകർത്തുകൊണ്ട് 1-0 തകർത്തുകൊണ്ട് ആണ് ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയത്. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തുകൊണ്ട് ഈ സെമി ഫൈനലിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫ്രാൻസ്, പക്ഷേ നമ്മുടെ പ്രീ ക്വാർട്ടർ മത്സരം നോക്കുകയാണെങ്കിൽ പ്രീ ക്വാർട്ടറിൽ പരഗ്വേക്കെതിരെ ചെറുതായെങ്കിലും ഒന്ന് പരുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അവിടെ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ഒരു വലിയ മാറ്റം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അന്ന് 1-0 വിജയം, അത് പെനാൽറ്റി 70-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റിയുടെ കരുത്തിൽ മാത്രമാണ് പരഗ്വേക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ ഫ്രാൻസിനായത്. മറുവശത്ത് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ മൊറോക്കോയ്ക്കെതിരെ വ്യക്തമായ 2 ഗോളുകൾ, അതും 60-ാം മിനിറ്റിലും 66-ാം മിനിറ്റിലുമാണ് ഗോളുകൾ നേടിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ഈ 2 ടീമുകൾക്കെതിരെ കുറച്ചൊക്കെ ചെറിയൊരു പരുങ്ങൽ കാണിച്ചെങ്കിൽ സ്പെയിനെതിരെ വരുമ്പോൾ വലിയൊരു വെല്ലുവിളി തന്നെ ആകും ഫ്രാൻസ് നേരിടുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ടീമിൻ്റെ ആകെ ഗോളുകൾ നോക്കിയാൽ ഒട്ടുമിക്ക ഗോളുകൾ നേടിയതും ഒന്നെങ്കിൽ എംബാപ്പെ അല്ലെങ്കിൽ ഡെംബാലെ എന്നീ താരങ്ങളാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ താരങ്ങളെ കൃത്യമായി കൂട്ടാനുള്ള പ്ലാനുകൾ സ്പെയിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് ഫ്രാൻസിന് വലിയ വെല്ലുവിളിയാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസ് ഈ ടൂർണമെൻറ്റിൽ ഇതൊരു മത്സരം പോലും തോൽക്കാതെയാണ് ഈ ഒരു സെമിയിലേക്ക് എത്തുന്നതെന്ന പ്രത്യേകതയുണ്ട്. അപ്പം തുടർച്ചയായി 3-ാം ഫൈനൽ എന്ന ലക്ഷ്യവുമായാണ് ഫ്രാൻസ് എന്തായാലും എത്തുന്നത്. ഇനി സ്പെയിൻ്റെ ജേർണിയിലേക്ക് വരികയാണെങ്കിൽ ഗ്രൂപ്പിൽ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചു. ഇപ്പോൾ സൗദിക്കെതിരെ ആയാലും ഓസ്ട്രേലിയക്കെതിരെയൊക്കെ ആയാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു, മികച്ച വിജയം സ്വന്തമാക്കി. ഉറുഗ്വേക്കെതിരെയും വിജയം സ്വന്തമാക്കി. അവിടെ നിന്ന് റൗണ്ട് ഓഫ് 32 അവിടെ നിന്ന് പ്രീ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലായിരുന്നു എതിരാളികൾ. പോർച്ചുഗലിനെതിരെ ആ ഒരു പോരാട്ടം അത് അല്പം കടുപ്പമേറിയതായിരുന്നു. കാരണം മത്സരം 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി ടൈമിൽ മെറിനോയുടെ ഗോളിലൂടെയാണ് ഒരു വിജയം സ്വന്തമാക്കാൻ സ്പെയിന് സാധിച്ചത്. അപ്പോൾ അങ്ങനെ 1-0 ഒരു വിജയം അങ്ങനെ സ്വന്തമാക്കിക്കൊണ്ടാണ് പ്രീ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് ഈ ഒരു സ്പെയിൻ എത്തുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയമായിരുന്നു എതിരാളികൾ. ബെൽജിയത്തിനെതിരെ 2-1 ഒരു വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, 21-ാം മിനിറ്റിൽ നിക്കോ വില്യംസിലൂടെ ഗോൾ നേടി സ്പെയിൻ. പക്ഷേ വിജയ ഗോൾ നേടാൻ 88-ാം മിനിറ്റിൽ വീണ്ടും മൈക്കൽ മെറിനോ അവതരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു സ്പെയിൻ ഗോൾ നേടിയത് തൊട്ട് പിന്നാലെ ബെൽജിയം ഗോൾ നേടി. അങ്ങനെ സമനിലയിൽ പൊയ്ക്കൊണ്ടിരുന്ന മത്സരം 90 മിനിറ്റിലേക്ക് അടുക്കുമ്പോൾ സമനില ആകുമെന്ന് ഉറപ്പിച്ചൊരു മത്സരമാണ് 88-ാം മിനിറ്റിൽ മെറിനോയുടെ ഒരു ഗോളിലൂടെ ഒരു വിജയം സ്പെയിൻ സ്വന്തമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെയിനും ഫ്രാൻസിനെതിരെയുള്ള ഈ ഒരു പോരാട്ടം അതും കടുപ്പമേറിയതാകുന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, സ്പെയിനും ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ തോൽവി അറിയാതെയാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലും റൗണ്ട് ഓഫ് 32 അവിടെ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ ഫൈനലിലും ഒക്കെ വിജയം നേടിക്കൊണ്ടാണ് സ്പെയിനും എത്തുന്നത്. അപ്പോൾ സ്പെയിൻ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് സ്പെയിനും എത്തിയിട്ടുള്ളത്. അപ്പോൾ തുല്യ ശക്തികൾ തമ്മിലുള്ളൊരു പോരാട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വളരെ വാശിയേറിയൊരു പോരാട്ടം തന്നെ നടക്കുമെന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഒരു സമനിലയിലേക്ക് പോയതിന് ശേഷം അധിക സമയം പെനാൽറ്റിയിലേക്കൊക്കെ ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എന്തായാലും വളരെ കൂടുതലാണ് ഈ ഒരു സെമി ഫൈനൽ എന്ന കാര്യത്തിൽ സംശയമില്ല. നടക്കാൻ പോകുന്ന ഒരു കീ ബാറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബാപ്പയും
കാർവജാലും തമ്മിലുള്ളൊരു പോരാട്ടമാകും നടക്കുക. അപ്പോൾ പെഡ്രിയും ടോഷ്മേനിയും തമ്മിലൊരു പോരാട്ടമാകും നടക്കുക. യമാലും തിയോ ഹെർണാണ്ടസും തമ്മിലൊരു പോരാട്ടം നടക്കും. ഡെംബാലയും കുക്കുറെല്ലയും തമ്മിലൊരു പോരാട്ടമാകും നടക്കുക. അങ്ങനെ ഒരുപിടി താരങ്ങൾ നേർക്കുനേർ വരുന്നൊരു പോരാട്ടം കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേറ്റവും ശ്രദ്ധേയ മറ്റൊരു കാര്യമാണ് എംബാപ്പയും യാമിൻ യമാലും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആരാധകരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പ്രകടനമാണ്. കാരണം സമീപകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച 2 താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരങ്ങളാണ് എംബാപ്പയും യമാലും. അപ്പോൾ ഈ 2 താരങ്ങൾ നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു മത്സരത്തിനുണ്ട്. ഇനി എന്താണ് ഓവറോൾ മത്സരത്തിലേക്ക് നമുക്ക് ഫ്രാൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വേഗമേറിയ കൗണ്ടർ അറ്റാക്കാണ് ഫ്രാൻസിനുള്ളത്. കാരണം ചെറിയൊരു അവസരം കിട്ടിയാൽ പോലും അത് കൃത്യമായി കൊണ്ട് മുതലാക്കാൻ ശ്രമിക്കുന്ന ഒരു കൗണ്ടർ അറ്റാക്ക് ഫ്രാൻസിനുണ്ട്. ഫിനിഷിങ് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ഫിനിഷിങ്ങാണ്. ഇപ്പോൾ എംബാപ്പയും ഡെംബാലയും അടക്കമുള്ള താരങ്ങളുടെ ഫിനിഷിങ് വളരെ വേഗത്തിലാണ്. ഒപ്പം അനുഭവസമ്പന്നമായ ഒരു പ്രതിരോധ നിരയാണ് അവർക്കുള്ളത്. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. സെറ്റ് പീസുകളുടെ മികവും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. മറുവശത്ത് സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവറോൾ പൊസിഷൻ, പന്ത് കൂടുതൽ സമയം കൈവശം വെക്കാനുള്ളൊരു കഴിവ് സ്പെയിനിനുണ്ട്. അതെങ്ങനെ അത് മത്സര ഫലത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം ചെറിയ പാസുകളിലൂടെയാണ് അവരിങ്ങനെ കളി നിയന്ത്രിച്ച് പോകുന്നത്. ഒപ്പം ഹൈ പ്രസ്സിങ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം വിങ്ങുകളിലൂടെയുള്ളൊരു അറ്റാക്ക് സ്പെയിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു സമനിലയിലേക്ക് പോകുന്നു. അവിടെ അധിക സമയം അവിടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഈ ഇഞ്ചുറി ടൈമിലൊക്കെ നേടുന്ന ഗോളുകളൊക്കെ നിർണായകമാകും. ആ ഗോളുകളൊക്കെ ആയിരിക്കും എന്തായാലും വിജയിയെ കണ്ടെത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും നേർക്കുനേർ വരുന്നു. ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മെസ്സിയുടെ കരിയറിൽ ആദ്യമായി മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇത്ര നാളായിട്ടും മെസ്സിയുടെ കരിയറിൽ മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു സെമി ഫൈനൽ മത്സരത്തിലുണ്ട്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം നോക്കിയാൽ ക്രൊയേഷ്യക്കെതിരെയും പനാമയ്ക്കെതിരെയൊക്കെ വിജയം നേടി. ഖാനയ്ക്കെതിരെ ഒരു സമനില വഴങ്ങിയിട്ടുണ്ട് ഇംഗ്ലണ്ട്. ഒപ്പം റൗണ്ട് ഓഫ് 32ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കോങ്കോയ്ക്കെതിരെ വിജയം നേടി. പ്രീ ക്വാർട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ മെക്സിക്കോയ്ക്കെതിരെ ഒരു വലിയ വിജയം സ്വന്തമാക്കി. ക്വാർട്ടർ ഫൈനലിൽ നോർവേ തകർത്തുകൊണ്ട് 2-1 തകർത്തുകൊണ്ട് ജൂഡ് ബെലിംഗാമിൻ്റെ ഇരട്ട ഗോള് അതിലൂടെ ഒരു വിജയം സ്വന്തമാക്കിക്കൊണ്ടാണ് എന്തായാലും സെമി ഫൈനലിലേക്ക് ഇംഗ്ലണ്ട് എത്തുന്നത്. മറുവശത്ത് അർജൻറ്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ അൾജീരിയയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ജോർദാനുമെതിരെയുള്ള മികച്ച വിജയങ്ങൾ, അത് എന്തായാലും അർജൻറ്റീനയ്ക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടുള്ള 3 മത്സരങ്ങളുടെ അർജൻറ്റീനയുടെ പ്രകടനം നോക്കിയാൽ അർജൻറ്റീന ആരാധകർക്ക് വലിയ നെഞ്ചടിപ്പോടുകൂടി കണ്ട മത്സരങ്ങളാണ് എല്ലാം എന്ന് പറയാം. ഇപ്പോൾ റൗണ്ട് ഓഫ് 32ൽ ക്യാബോ വെർഡെക്കെതിരെ ഒരു പോരാട്ടം, അത് അധിക സമയത്തിലേക്ക് പോയിട്ട് 3-2 അർജൻറ്റീന ജയിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. റൗണ്ട് ഓഫ് 16ൽ ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈജിപ്തിനെതിരെ 3-2 വിജയം സ്വന്തമാക്കുന്നു. അതായത് 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 3-2 ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിനെതിരെ 3-1 ഒരു വിജയം, അതും അധിക സമയത്തേക്ക് പോയ മത്സരമാണ്. മത്സരത്തിൻ്റെ പൂർണ്ണ സമയത്ത് 90 മിനിറ്റിൽ 1-1 നിന്ന ആ ഒരു മത്സരം പിന്നീട് 2 ഗോളുകൾ നേടി 3-1 ഒരു വിജയം അർജൻറ്റീന സ്വന്തമാക്കുന്നു. അങ്ങനെ കുറച്ച് കടുപ്പമേറിയ മത്സരങ്ങളായിരുന്നു അർജൻറ്റീനയ്ക്ക്. ഇപ്പോൾ താരതമ്യേന വലിയ ടീമുകളാണോ ഇത് ചോദിച്ചാൽ അല്ല, താരതമ്യേന ചെറിയ ടീമുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടീമുകളാണ് സ്വിറ്റ്സർലൻഡും ഈജിപ്തും ക്യാബോർഡെയും ഒക്കെ. പക്ഷേ ഇവരൊക്കെ പല വലിയ ടീമുകൾക്കും ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പോലും പ്രവേശിക്കാൻ സാധിക്കാതിരുന്ന സമയത്താണ് ഇവരൊക്കെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും. അപ്പം ഈ ഒരു പോരാട്ടം അത് ഈ പല ടീമുകളെ സംബന്ധിച്ച് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു പോരാട്ടം കൂടിയായിരുന്നു. കാരണം ഒരു വിജയം അവർ വിജയത്തിൽ കുറഞ്ഞതൊന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അർജൻറ്റീന പോലൊരു ടീമിനെ എങ്ങനെയും വീഴ്ത്തുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ടീമുകളാണ്. ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ എന്ന ടീമാണ്. മറുവശത്ത് ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോകകിരീടം ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ടീമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലൊരു പോരാട്ടം എന്തായാലും കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കീ ബാറ്റിൽ നോക്കുകയാണെങ്കിൽ മെസ്സിയും സ്റ്റോൺസും തമ്മിലൊരു പോരാട്ടമായിരിക്കും. കെയ്നും റൊമേറോയും തമ്മിലൊരു പോരാട്ടമായിരിക്കും. ബെല്ലിംഗമും എൻസോ ഫെർണാണ്ടസും ഉള്ള പോരാട്ടമായിരിക്കും. സക്കയും താഗ്ലിഫിക്കോയും തമ്മിലുള്ളൊരു പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ അർജൻറ്റീനയും സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ സെമിയിലെത്തിയതോടുകൂടി ഫിഫയുടെ ഒരു കൃത്യമായ പ്ലാനിങ് അത് വിജയിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. കാരണം ഈ ഒരു 48 ടീമുകൾ അത് ഗ്രൂപ്പ് ഘട്ടം മുതൽ ഇങ്ങോട്ട് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായതുകൊണ്ട് വളരെയധികം ആരാധകരെ എൻഗേജ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 ടീമുകൾ, വലിയ ആരാധക പിന്തുണയുള്ള 4 ടീമുകൾ സെമിയിലേക്ക് എത്തുന്നു. വളരെ മികച്ച മത്സരങ്ങൾ സെമി ഫൈനലിലും ഫൈനലിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഫിഫയുടെ പ്ലാൻ എന്തായാലും കൃത്യമായി വിജയിക്കുന്നൊരു
സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഈ പറഞ്ഞതുപോലെ 4 ടീം, ഏറ്റവും മികച്ച 4 ടീമുകൾ സെമി ഫൈനലിലേക്ക് എത്തി. അവിടെ നിന്ന് 2 ടീമുകൾ ഫൈനലിലേക്ക്. ഇപ്പോൾ ഫൈനലാണെങ്കിലും ലൂസേഴ്സ് ഫൈനലാണെങ്കിലും വളരെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന മത്സരമാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ 4 ടീമിൽ ഇപ്പോൾ ഫ്രാൻസും അർജൻറ്റീനയും കൂടി ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ സ്പെയിനും ഇംഗ്ലണ്ടും കൂടെ ആയിരിക്കും ലൂസേഴ്സ് ഫൈനലിലേക്ക് വരിക. മറുവശത്ത് ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടിയാണ് ഈ ഒരു ഫൈനലിലേക്ക് വരുന്നതെങ്കിൽ സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ ലൂസേഴ്സ് ഫൈനൽ മത്സരം കളിക്കും. ഇനി സ്പെയിനും അർജൻറ്റീനയും കൂടാണ് ഫൈനൽ കളിക്കുന്നതെങ്കിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടി ലൂസേഴ്സ് ഫൈനൽ കളിക്കേണ്ടി വരും. ഇപ്പോൾ എങ്ങനെ നടന്നാലും ഇനിയുള്ള 4 മത്സരങ്ങളും അത്യന്തം വാശി നിറഞ്ഞ മത്സരങ്ങൾ, പോരാട്ടങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സ്പെയിനും അർജൻറ്റീനയും കൂടി ഒരു ഫൈനൽ മത്സരത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു ആഗ്രഹം. കാരണം കഴിഞ്ഞ ഫൈനലിസിമ മത്സരം സ്പെയിനും അർജൻറ്റീനയും തമ്മിലൊരു ഫൈനലിസിമ പോരാട്ടം നടക്കേണ്ടതായിരുന്നു. അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ ആ ഒരു പോരാട്ടം ഈ ഒരു ഫൈനലിൽ ആവർത്തിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ആയി തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആരാധകർക്ക് കാത്തിരിക്കുന്നത് ഒരു മികച്ച സെമി ഫൈനൽ പോരാട്ടങ്ങൾക്കും ഫൈനൽ മത്സരത്തിനുമൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഇസ് എം നിഖിൽ കുമാർ, സൈനിങ് ഓഫ്.